ഹലോ, വെൽക്കം ടു ബി ഫോർ യു. നമ്മളിന്ന് നോക്കുന്നത് മെയ് മാസത്തിലെ 2ാം ലക്കത്തിൽ വന്നിട്ടുള്ള PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫേഴ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഇനി ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയായി അമേരിക്കൻ കർദിനാളായ റോബർട്ട് പ്രെവോസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായ അദ്ദേഹം ലിയോ 14 എന്നാകും ഇനി അറിയപ്പെടുക. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയായി അമേരിക്കൻ കർദിനാളായ റോബർട്ട് പ്രെവോസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായ അദ്ദേഹം ലിയോ 14 എന്നാകും ഇനി അറിയപ്പെടുക. ഇനി പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? BR ഗവായി ട്ടോ. ഇനി 53ാമത്തെ, അതായത് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് അല്ലേ. 2025 നവംബറിലാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് BR ഗവായി. 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് അല്ലേ. ഇനി കനേഡിയൻ പ്രധാനമന്ത്രിയായി ലിബറൽ പാർട്ടി നേതാവ് മാർക്ക് കാർണി 4 വർഷത്തേക്ക് കൂടി തിരഞ്ഞെടുക്കപ്പെട്ടു. കനേഡിയൻ പ്രധാനമന്ത്രിയായി ലിബറൽ പാർട്ടി നേതാവ് മാർക്ക് കാർണി 4 വർഷത്തേക്ക് കൂടി തിരഞ്ഞെടുക്കപ്പെട്ടു. ലേബർ പാർട്ടി നേതാവ് ആന്റണി ആൽബനീസ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ലേബർ പാർട്ടി നേതാവ് ആന്റണി ആൽബനീസ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി ജർമ്മനിയുടെ 10ാം ചാൻസലറായി കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ഫ്രീഡ്രിക് മെർസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ജർമ്മനിയുടെ 10ാം ചാൻസലറായി കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ഫ്രീഡ്രിക് മെർസ് തിരഞ്ഞെടുക്കപ്പെട്ടു. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി പൂനം ഗുപ്ത നിയമിതയായി. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി പൂനം ഗുപ്ത നിയമിതയായി. ഇനി മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കലിലാക്കാനുള്ള നിയമമാണ് പിറ്റ് NDPS. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കലിലാക്കാനുള്ള നിയമമാണ് പിറ്റ് NDPS. നിപുൻ അഗർവാൾ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ചെയർമാനായി നിയമിതനായി. നിപുൻ അഗർവാൾ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ചെയർമാനായി നിയമിതനായി. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത്. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത്. മുംബൈ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ. മുംബൈ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ. ദേവപ്രയാഗ് ജനാസു തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. ദേവപ്രയാഗ് ജനാസു തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായി രാജേഷ് രവീന്ദ്രൻ നിയമിതനായി. സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായി രാജേഷ് രവീന്ദ്രൻ നിയമിതനായി. ന്യൂഡൽഹിയിലെ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായി മലയാളിയായ മേജർ ജനറൽ
PV ലിസിയമ്മ നിയമിതയായി. ന്യൂഡൽഹിയിലെ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായി മലയാളിയായ മേജർ ജനറൽ PV ലിസിയമ്മ നിയമിതയായി. ഇനി ആഫ്രിക്കൻ രാജ്യമായ അംഗോളയുടെ പ്രസിഡന്റ് ജാവോ മാനുവൽ ലൊറെൻസോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിൽ എത്തി. ഇനി ജോൺ എഫ് കെന്നഡിയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരം മുൻ US വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന്. ജോൺ എഫ് കെന്നഡിയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരം മുൻ US വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന്. 1970 സോവിയറ്റ് യൂണിയൻ ശുക്രപര്യവേഷണത്തിനായി വിക്ഷേപിച്ച കോസ്മോസ് 482 പേടകത്തിൻ്റെ ലാൻഡിംഗ് മൊഡ്യൂൾ മെയ് 10 ഭൂമിയിൽ പതിച്ചു. 1970 സോവിയറ്റ് യൂണിയൻ ശുക്രപര്യവേഷണത്തിനായി വിക്ഷേപിച്ച കോസ്മോസ് 482 പേടകത്തിൻ്റെ ലാൻഡിംഗ് മൊഡ്യൂൾ മെയ് 10 ഭൂമിയിൽ പതിച്ചു. ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഇനി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാനായി അലോക് ജോഷി നിയമിതനായി. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാനായി അലോക് ജോഷി നിയമിതനായി. ഹൾ 096 ആണ് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ. ഹൾ 096 ആണ് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ. ഇനി ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണന്. 75,000 രൂപയും പ്രശംസാപത്രവും പത്മരാഗക്കല്ലു പതിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണന്. 75,000 രൂപയും പ്രശംസാപത്രവും പത്മരാഗക്കല്ലു പതിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രൊഫസർ P. രഘുരാമൻ നായർ ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരം K. ജയകുമാറിന്. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രൊഫസർ P. രഘുരാമൻ നായർ ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരം K. ജയകുമാറിന്. ഇനി പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം K. ജയകുമാറിന്. പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം K. ജയകുമാറിന്. ഇനി പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ പാണ്ഡുരംഗ ഹെഗ്ഡെയ്ക്ക്. പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ പാണ്ഡുരംഗ ഹെഗ്ഡെയ്ക്ക്. ഇനി ജന്മഭൂമി പുരസ്കാരം KS ചിത്രയ്ക്ക്. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജന്മഭൂമി പുരസ്കാരം KS ചിത്രയ്ക്ക്. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി സമർ അബു എലൂഫിനാണ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം. ഇരു കൈകളും അറ്റുപോയ പലസ്തീൻ ബാലനായ മഹ്മൂദ് അജൂറിൻ്റെ ചിത്രമാണ് പുരസ്കാരത്തിന് അർഹമായത്. സമർ അബു എലൂഫിനാണ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം. ഇരു കൈകളും അറ്റുപോയ പലസ്തീൻ ബാലനായ മഹ്മൂദ് അജൂറിൻ്റെ ചിത്രമാണ് പുരസ്കാരത്തിന് അർഹമായത്. ഇനി 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഇന്ത്യക്കാരനായ വൈഭവ് സൂര്യവംശി. 14 വയസ്സും 32 ദിവസവുമായിരുന്നു പ്രായം. രാജസ്ഥാൻ റോയൽസ് താരമായ വൈഭവ് ഗുജറാത്ത്
ടൈറ്റൻസിനെതിരെ 35 പന്തിലാണ് സെഞ്ചുറി തികച്ചത്. IPLൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരവും വൈഭവാണ്. 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഇന്ത്യക്കാരനായ വൈഭവ് സൂര്യവംശി. 14 വയസ്സും 32 ദിവസവുമായിരുന്നു പ്രായം. രാജസ്ഥാൻ റോയൽസ് താരമായ വൈഭവ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 35 പന്തിലാണ് സെഞ്ചുറി തികച്ചത്. IPLൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരവും വൈഭവാണ്. ഇനി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമാണ് ഗജസിംഹ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമാണ് ഗജസിംഹ. ഇനി ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. ഇനി സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം FC ഗോവയ്ക്ക്. ഫൈനലിൽ ജംഷേദ്പൂർ FCയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് കിരീടം സ്വന്തമാക്കിയത്. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം FC ഗോവയ്ക്ക്. ഫൈനലിൽ ജംഷേദ്പൂർ FCയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് കിരീടം സ്വന്തമാക്കിയത്. ഇനി മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് കിരീടം ലോക വനിതാ 1-ാം നമ്പർ ആര്യാന സെബലെങ്കയ്ക്ക്. ഫൈനലിൽ അമേരിക്കയുടെ കോക്കോ ഗാഫിനെയാണ് ബെലറൂസ് താരം കീഴടക്കിയത്. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് കിരീടം ലോക വനിതാ 1-ാം നമ്പർ ആര്യാന സെബലെങ്കയ്ക്ക്. ഫൈനലിൽ അമേരിക്കയുടെ കോക്കോ ഗോഫിനെയാണ് ബെലറൂസ് താരം കീഴടക്കിയത്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി എന്നിവർ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി എന്നിവർ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇനി ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിൻ്റെ മുഖ്യ പരിശീലകനായിരുന്ന പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു. 2002 രാജ്യം ദ്രോണാചാര്യ നൽകി ആദരിച്ചിരുന്നു. ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിൻ്റെ മുഖ്യ പരിശീലകനായിരുന്ന പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു. 2002 രാജ്യം ദ്രോണാചാര്യ നൽകി ആദരിച്ചിരുന്നു. ഇനി മുൻ കേന്ദ്രമന്ത്രി ഗിരിജ വ്യാസ് അന്തരിച്ചു. സാക്ഷരതാ പ്രവർത്തകയും പത്മശ്രീ ജേതാവുമായ KV റാബിയ അന്തരിച്ചു. ഇനി കർണാടക സംഗീതജ്ഞ ഗോമതി ചിദംബരം അന്തരിച്ചു. കർണാടക സംഗീതജ്ഞ ഗോമതി ചിദംബരം അന്തരിച്ചു.